ഇന്ന് നമ്മൾ മക്കളെയും കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇതോ നമ്മളൊന്ന് എടുക്കാൻ പോകണം. നമ്മളിപ്പോൾ എടുക്കാൻ പോകണം. എന്ത് ബാറ്ററി? എന്തിൻ്റെ ബാറ്ററി? എന്തിൻ്റെ ബാറ്ററിടാ? ബൈക്കിൻ്റെ ബാറ്ററിയോ? ഏത് ബൈക്കിൻ്റെ? ഈ ബൈക്കിൻ്റെ? അത് ശരി. അത് ബൈക്കിൻ്റെ കൊല നോക്കിയാൽ കുളിപ്പിച്ചിട്ട് കുറേ ദിവസമായി. നമ്മളിവിടെ മോട്ടോർ ഇടാൻ വന്നാണ്. ഓഫായിക അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. കണ്ടോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. നമുക്ക് പുറത്തത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഗൈസ്. ഞാൻ ഇറങ്ങണോ? അതുകൊണ്ടാ ഇറങ്ങി 3 ദിവസമായോ? ഓ, കുറച്ച് ലോങ് ആയില്ലേ? അതാ ഞങ്ങൾ പോകുന്ന കാഴ്ച, പുറം ലോകം. ഒരു കല്ലെടുത്ത് ഇറങ്ങിയാണ്ട്. കല്ലോ? ഏത്? ഇതൊക്കെ മതിയോ? ഇതോ? കേറല്ലേ? തെങ്ങുമേലൊന്നും തട്ടില്ല. ചക്കന്മാരൊക്കെ കണ്ട് വണ്ടി ബാക്കിൽ വണ്ടിയുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് കാണിച്ചു കൊടുക്കണേ, നിങ്ങളല്ല, ഞാൻ പുറത്ത് കാണിച്ചു കൊടുക്കണേ. ആ, പുറം ലോകം കാണിച്ചു കൊടുക്കണേ. പെട്ടെന്ന് വണ്ടി വന്ന് നമ്മൾ ആദ്യമായിട്ടാട്ടോ ക്യാമറ കൊണ്ട് വണ്ടിയിലൊക്കെ പോകുന്നത്. ബൈക്കില് ശരിക്കും ഫുട്ബോൾ ഫുട്ബോളാണ്. ഇത് മാപ്റ്റാ. അതിൻ്റെ അടുത്ത് തന്നെ മാപ്റ്റെക് കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ സ്ഥാപനം. കൊമേഴ്ഷ്യൽ കിച്ചൺ എക്യുപ്മെന്റ്. നമ്മളെ അടുത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. വലിയൊരു പാർക്ക്, സ്വിമ്മിംഗ് പൂൾ. ഇത് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം, ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം. അടിപൊളി വർക്കിംഗ് ആണ്. പാർക്കും ഇതൊക്കെ റെഡി ആക്കാം. ഇറങ്ങണോ? കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഇത് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു പാർക്ക്, ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ കിഡ്സ് പാർക്ക് എന്ന് പറയാം. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ കിഡ്സ് പാർക്ക് കേട്ടോ. ഇതാണത്, ആണ് അതിൻ്റെ വ്യൂ.
ഉണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പോയാലോ? നല്ല രസമുണ്ട് കാണാൻ. പോയാലോ? പോയേക്കും പോയി. ഇതാണ് ഇവിടുത്തെ പാർക്ക് കേട്ടോ. പുതിയ പാർക്ക് വരികയാണ് ഇവിടെ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 400 മീറ്റർ അകലത്താണ്. ഇവിടെ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമാണ്. ചെറിയ പാർക്ക് കഴിഞ്ഞിട്ടില്ല. പാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടേ ഇവിടുത്തെ സിസ്റ്റം. ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വർക്കൊന്നും ആയിട്ടില്ല. ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ചോദിക്കണേ ചീഞ്ഞാടാൻ പറ്റുമോ? പറ്റൂല്ലോ. സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നില്ലേ? പൂളാണ് ഇത്. പൂളാണ്. വെള്ളം ഉണ്ടാവും. ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്ക്. ഇവിടുത്തെ പാർക്ക് തീർന്നിട്ടില്ല കേട്ടോ. പണി തീർന്നിട്ടില്ല. പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കണം. പാർക്ക് എന്നാ പണി തീരാ? ഒന്നര മാസം അല്ലേ? എങ്ങനെ ടിക്കറ്റൊക്കെ നിശ്ചയിച്ചോ? ഒന്നും ആയിട്ടില്ല. എന്താ ഇനി ഇവിടെ വരുന്നത്? അവിടെ എന്താ ഇനി വരുന്നത്? ഏത് വെള്ളച്ചാട്ടം? ആ ശരി. ശരി. പാർക്കിംഗ് ഇതിനകത്തില്ലല്ലോ? വണ്ടി പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ പുറത്ത് അല്ലേ? ശരി. അപ്പോൾ അതാണ് ഇവിടെ പാർക്ക്. വർക്ക് തീർന്നിട്ടില്ല. 1.5 മാസം കൂടി തീരുന്ന പറഞ്ഞു. 1 മാസം കൂടി എടുക്കും തീരാൻ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. രസമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ചെറിയ നീന്തൽക്കുളം. ഇത് എങ്ങനെയാണ് നീന്തൽ എൻ്റെ സിസ്റ്റം ഒന്നും അറിയില്ല. ഇറങ്ങാൻ പറ്റില്ല. അടിപൊളി കേട്ടോ. അടിപൊളി. വർക്ക് തീർന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടോ കാണാൻ. കുട്ടികൾക്ക് ശരിക്കും കുട്ടികൾക്കുള്ള കുളവും നല്ലതെന്ന് തോന്നുന്നുണ്ട്. വലിയ ആൾക്കുള്ള കുളമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ആഴം കുറവാണ്. വളരെ കുറഞ്ഞ ആഴമുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പൂളൊന്നും ക്ലീൻ ആക്കിയില്ല. അത് ഒന്നും വെച്ചാൽ പണി തീർന്നിട്ടില്ലല്ലോ. അപ്പോൾ പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൊടി എങ്ങനെയാലും പാറല്ലോ. അതുകൊണ്ട് തന്നെ തീർന്നിട്ടില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. കണ്ടോ? ഇതാണ് കേട്ടോ പൂളിൻ്റെ അവസ്ഥ. ഉണ്ടോ? ഇറങ്ങാൻ പറ്റില്ല. ഞാൻ കാക്കാര് ചീത്തറി. അതിൽ ചളി വെള്ളമാണ്. ഇതിവിടുത്തെ കുളിക്കാനുള്ള സൗകര്യം കേട്ടോ. ടോയ്ലറ്റാണ്. ഇപ്പോൾ ഓപ്പണാണ് ഇങ്ങനെ. പക്ഷേ ഇത് ഡോറൊക്കെ വെക്കുമായിരിക്കും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ 1, 2, 3 ഇങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചുമര് വെക്കാനുള്ള തിണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഡോറൊക്കെ ഒക്കെ ഉണ്ടാവും. പക്ഷെ കാണാൻ വല്ല വൃത്തിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ വന്നിട്ട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് കൂടെ നീന്താത്ത ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാം. നീന്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പാക്കിയിട്ടുണ്ട്. ഇറങ്ങണ്ട. ചളി വെള്ളം വൃത്തിയില്ലാണ്ടൊക്കെ. ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഒരു എണ്ണമെഴുക്ക് അല്ലേ? എന്താണെന്ന് അറിയാം. സിമെൻറ്റൊക്കെ പാറിയിട്ടേ ആയിരിക്കും. രസമുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ഇങ്ങനെയാണ് കേട്ടോ. മുകളിലൂടെ നോക്കുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇതിലിങ്ങനെ പോവുകയാണ്. ഞാൻ വണ്ടിയുടെ ബാറ്ററി
അടിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വാറണ്ടി ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അത് സംഗതി എനിക്ക് സുഖമില്ല, എൻ്റെ ഊരെന്നാലും ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനത് കാര്യമാക്കിയിട്ടില്ല. പോയി ബാറ്ററി വാങ്ങൽ നിർബന്ധം, അങ്ങനെ പോകുന്നതാണ്. കണ്ടില്ലേ, ഇതിവിടെ കണ്ടപ്പോൾ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയാണ്. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. സംഗതി ഞങ്ങൾ അടുത്ത് തന്നെയാണ്, പക്ഷേ ഞാനിത് ഇറങ്ങിയിട്ടില്ല. ഞാനിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഇത് നോക്കൂ, ഇത് എന്താണ് കാണുന്നത്? ഒട്ടകമാണ്. കണ്ടോ, എന്തൊക്കെയാ ഒട്ടകം? ഇതെന്തൊക്കെയാ ഇതെന്താ സാധനം? ചീറ്റേ? അതിന് കുറേ വരക്കാനൊക്കെ ഉണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മളെ ആ പൂളിൻ്റെ, നമ്മളെ പാടത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. കേട്ടോ, ഇതിൻ്റെ ടോപ്പ് എന്നുള്ള ഇതാണ് നമ്മുടെ പുറം ലോക വ്യൂ. വണ്ടി നല്ല ഉണ്ട്. ക്യാമറ ഓഫാകില്ല, സ്ക്രീൻ ഓഫാകില്ല, ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടി. കോറിയിൽ വെള്ളമുണ്ട്. മറ്റേ പോക്കണ്ടല്ലോ. ഫർണിച്ചറോ ഫർണിച്ചറാണ്. ഇതൊരു ഓഡിറ്റോറിയം ആയിരുന്നു ആദ്യം, പക്ഷേ ഇപ്പോൾ ഫുട്വെല്ലിൻ്റെ മാറി. ഓഡിറ്റോറിയം ആയിരുന്നു, ഇപ്പോൾ ഫുട്വെല്ലിൻ്റെ ആണ്. ഇപ്പോൾ CKM അല്ലേ? ഓഡിറ്റോറിയം ആയിരുന്നു ആദ്യം, പക്ഷേ ഇപ്പോൾ ഫുട്വെല്ല. അതോ ഇവിടെ കാണിച്ചു. ഇത് എങ്ങനെയൊക്കെയോ ശരിക്കും ക്യാമറ എടുത്തിട്ടില്ല. ഇതാണ് ഞങ്ങളെ പോകുന്ന വൈൻ്റെ വ്യൂ.
കുറേ വീടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ കമ്പനീസാ വീടാ? നിങ്ങൾക്കറിയാം വേറെ പരിചയമുണ്ടോ? ഇതോ ഇതാ രാസാത്തിന് മുകൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ ബാക്കിൽ സൂപ്പറാണല്ലോ. റൈഡായിട്ട് പിടിക്കുമ്പോഴേ അട്ടാണിക്കല്ലേ കുറെ പോയിട്ടെന്താ ഉറപ്പിച്ചു വരാം. എന്തായതിപ്പോ എന്ത് കേട്ടില്ല? ഞാൻ സ്റ്റാർട്ട് ചെയ്താണ്. ഞാനേ നമ്മളെ മുഖം കാണിക്കണ അതിലേ നേരത്തെ ഇരിക്കാനേ ശേഷം നടക്കണില്ല. BMW എന്തിനു കുത്തിയാലും അതിന് മുന്നിൽ ഇത് നമ്മളെ MIC സ്കൂൾ ഇവിടെ വരികയാണ്. MIC ആണല്ലേ? MIC ഉണ്ടോ? MIC സ്കൂൾ പിടിക്കല അങ്ങോട്ട് പിടിക്കരുത്. അതാരണം വണ്ടി വരുമ്പോൾ അങ്ങോട്ട് മുന്നിൽ അടിക്കുന്നത്. നമുക്ക് ഇതാക്കിയാലോ? ബാറ്ററി അയ്യോ ഞാൻ പൊന്തി. അത് ചാർജ് ചെയ്തിക്കാം മാറ്റിയില്ലല്ലോ. നിൽക്കുമോ? അല്ല ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നോക്കല്ലേ 13 വോൾട്ട് ഇപ്പോഴും ഉണ്ടാവില്ല. എത്ര വർഷം അതിന്റെ കാർഡ് 2018 ഉണ്ട്. ഓക്കെ ആ ഡേറ്റിന്റെ ഫോട്ടോ ഉള്ളത്തെ ഈ നമ്പറിൽ അയച്ചു.
പണി കിട്ടും. അതൊക്കെ പൊയിഞ്ഞാടിയാലേ ഞാനത് പറഞ്ഞു കേൾക്കുന്നത് ഓക്കെ 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 പറഞ്ഞു കേൾക്കുന്നത് വാ. അതേപോലെ ചെയ്യാം. അത് പണി കിട്ടും.
ഷൂട്ട് ചെയ്യും ഏ? ഏ? ബോളുണ്ടോ? ഇവിടെ? ബോളില്ല, ബോളിങ്ങനെ ആണ് സി സ്ക്വയർ. ഇതിൻ്റെ പേര് സി സ്ക്വയറോ? ഈ സ്ക്വയർ. രസമുണ്ട് അല്ലേ ടർഫ്? അടിപൊളി ടർഫാണ്, അടിപൊളി വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. ഒരു നല്ല ലൊക്കേഷനാണ്, അടിപൊളിയാണ്. ആ നിങ്ങളുടെ ഇത് മോങ്ങത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. മോങ്ങത്ത് നമ്മൾ ലിറ്റിൽ ഇന്ത്യ സ്കൂളിൻ്റെ ആ റോഡിന് കയറി കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ മുകളിൽ മോങ്ങത്തുനിന്ന് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ഈ ടർഫിൻ്റെ ലൊക്കേഷന്. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടർഫിൽ നമ്മൾ കളിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കളിയും ആസ്വദിക്കാം. രണ്ടിനും പറ്റിയൊരു ഇതാണ്. അതുപോലെ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ടോ, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരവിടെ ചാടി കളിക്കുന്നുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അതുണ്ട്. ഊഞ്ഞാലുണ്ട്, കിഴിഞ്ഞ് ആടാനുള്ള അതുണ്ട്. അതുപോലെ ചെറിയ ഊഞ്ഞാലുകൾ അതുണ്ട്. തിരിയാനുണ്ട്. ടർഫുണ്ട്. കളിക്കേണ്ട കുട്ടികൾക്ക്, വലിയവർക്ക് കളിക്കും ചെയ്യാം, കുട്ടികൾക്ക് ബാക്കിലും കളിക്കാം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാ. ആ മറ്റേ ആളിതാ കിഴിഞ്ഞിടാൻ കേട്ടോ, സംഭവം കേട്ടോ. ആണ് മക്കളെ നമ്മൾ ആ പറഞ്ഞ വ്യൂ, ആ പറഞ്ഞ ടർഫ്. ഇതാണ് ആ ടർഫിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, അടിപൊളിയാണ്, നല്ല സൂപ്പർ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ തലക്ക പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കണം. അപ്പോൾ ആ ലൊക്കേഷൻ്റെ ഭംഗി അറിയാം. പുള്ളി ആസ്വദിക്കാൻ കേട്ടോ, ആള് ഇവിടെ ആസ്വദിക്കാണ്. ആള് ഫുൾ എൻജോയ് ചെയ്യാം. ഇതോ എന്താ പണി? ഇങ്ങോട്ട് നോക്ക് ഇതാ ഇവിടെ നോക്ക്. ഹായ്, അടിപൊളിയാട്ടോ. ഇവിടെ ആ ഒരു സവാരി ഹോഴ്സ് റൈഡിങ് കണ്ടു കേട്ടോ. വാ ഇങ്ങോട്ട് വാ. സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ് തുടങ്ങാം. ഐസ്ക്രീം അവിടെ ഇതിനുണ്ടാകും ചായ ഉണ്ട്. എനിക്ക് ഐസ്ക്രീം വേണ്ടി. ജലദോഷം അതുകൊണ്ടാ തന്നെ മെയിനായിട്ടുണ്ടാവും. അതല്ല ക്യാമറ ഓഫ് ആക്കണം. കഴിക്കണം എൻ്റെ കടയിലേക്ക് തിന്ന്. ആ
പക്കോട സൂപ്പറാട്ടോ. 2 പ്ലേറ്റും കൂടി ഇരിക്കും പാർസൽ. 2 പ്ലേറ്റ് കേട്ടോ, 2 പ്ലേറ്റ് പാർസൽ. ഇതെത്ര പ്ലേറ്റ്? പ്ലേറ്റ് എത്ര? 10 എന്നാൽ 3 പ്ലേറ്റ് കിട്ടും. ഇവിടുന്ന് ഇതിലുണ്ടോ? മോസോ ബാമ്പു പറഞ്ഞ ഒരു ബാമ്പാണ്. ആ ബാമ്പുല്ലേ ചെറുപ്പം 5 വർഷം വരെ ഇങ്ങനെ ചെറുതായിരിക്കും കേട്ടോ. പിന്നെ 30 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച നമുക്ക് നേരിട്ട് 30 ദിവസം കൊണ്ട് 60 അടിയോളം വളർന്നു. എന്തായാലും ആദ്യമേ അതിനായിട്ടുള്ള വെള്ളം എല്ലാം അത് ആദ്യം ശേഖരിച്ച് വെക്കും. അത് വലുതായപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വെള്ളം അപ്പോലും ഉപയോഗിക്കും. സ്വിമ്മിങ് പൂള് അങ്ങനെ പറയാ. വെള്ളം അങ്ങ് പറയുന്നത് ഇല്യമ്പറമ്പ് ഞങ്ങളുടെ മറ്റേ താമസ വീടിൻ്റെ പറയണോ? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ ഭവനത്തിലെത്തിയിരിക്കുകയാണ്.